ശബരിമലയിൽ വിജയ് മല്യ നൽകിയ സ്വർണം മോഷണം പോയെന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോഴും മൌനം തുടർന്ന് സർക്കാർ. സ്വർണ്ണപ്പാളി വിവാദത്തിൽ കരുതലോടെ ഇടപെടാനാണ് സർക്കാരിന്റെ തീരുമാനം. അന്വേഷണങ്ങളിലൂടെ വസ്തുത പുറത്തുവരട്ടെ എന്ന നിലപാടാണ് സർക്കാരിനുള്ളത്. തെരഞ്ഞെടുപ്പ് സമയത്ത് കൂടുതൽ വിവാദങ്ങളിലേക്ക് കടക്കേണ്ടതില്ല എന്നാണ് സർക്കാരിന്റെ നിലപാട്. എന്നാൽ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ സർക്കാർ ഉണ്ടാക്കാൻ ശ്രമിച്ച രാഷ്ട്രീയ മേൽക്കൈ ഈ വിവാദത്തിലൂടെ മറികടക്കാമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ചിന്ത. സേഫ് സെയിൻ ലാബ്ദീൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സേഫ്, നമുക്കറിയാം 2016 മുതൽ ദേവസ്വം ബോർഡ് സർക്കാരിന്റെ കൺട്രോളിലാണ്. അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരിക്കുന്നതും CPM അനുഭാവികൾ തന്നെയാണ്. ഈ മൗനം ഭൂഷണമാണോ സർക്കാരിന്? അമൃത, ഇത് ഒരു വിശ്വാസപരമായ പ്രശ്നമാണ്. ഈ ശബരിമല എന്ന് പറയുന്നതിൽ തൊട്ടാപ്പുള്ളുന്ന വിഷയമാണെന്നുള്ള ബോധ്യം CPM-ന് ഉണ്ടായത് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായ സുപ്രീം കോടതി വിധിക്ക് പിന്നാലെയാണ്. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായ തിരിച്ചടി അതിനെ മറികടക്കാൻ വേണ്ടി CPM കുറേ പാടുപെട്ടതാണ്. അതുകൊണ്ട് ശബരിമല എല്ലാ കാലത്തും സംസ്ഥാന സർക്കാരിന് CPM-ന് ഒരു പേടിപ്പിക്കുന്ന സ്വപ്നം തന്നെയാണ് എന്നുള്ളതാണ് വസ്തുത. അതിനെ മറികടക്കാൻ വേണ്ടിയുള്ള പല നീക്കങ്ങൾ പല ഘട്ടങ്ങളിൽ സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ CPM നടത്തിയിട്ടുണ്ട്. വീടാന്തരം കയറിയാണ് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് CPM നേതൃത്വം പറഞ്ഞത്. അപ്പോൾ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു എഡ്ജ് വിശ്വാസ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നേടിയെടുത്തിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ ഏറ്റവും കൂടുതൽ എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്ന സംഘടനയാണ് NSS. ആ NSS-നെ അടുപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. അതോടുകൂടി SNDP NSS ഒരേപോലെ സംസ്ഥാന സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നപ്പോൾ സംസ്ഥാന സർക്കാരിന് ഒരു അനുകൂല പ്രതികരണം, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ, തെരഞ്ഞെടുപ്പുകളിൽ ഒരു പ്രതീക്ഷ സംസ്ഥാന സർക്കാരിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിവാദം ഉയർന്നു വരുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പ്രതീതി ഉണ്ടാക്കിയെടുക്കാൻ പ്രതിപക്ഷത്തിനും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എപ്പോഴും പറയുന്നത് ശബരിമലയിൽ സ്വർണം മോഷ്ടിച്ച ആൾക്കാരാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് എന്ന പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഘട്ടത്തിൽ ഉണ്ടായത്. എന്നാൽ ആ വിവാദത്തിൽ പൂർണ്ണമായിട്ടും അതിനകത്ത് കയറി കൊളുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറല്ല എന്നുള്ളതാണ് നമുക്ക് മന്ത്രിമാരുടെയും ദേവസ്വം പ്രസിഡന്റിന്റെയും എല്ലാം പ്രതികരണം കാണുമ്പോൾ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. അതേസമയം തന്നെ ആ വിഷയത്തെ വിട്ടുകൊടുക്കാൻ വേണ്ടി അവർ തയ്യാറല്ല താനും. അതിനകത്ത് വിശദമായ ഒരു അന്വേഷണത്തിൽ കിടക്കുന്നു. ഇപ്പോൾ സനീപ് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ദേവസ്വം വിജിലൻസിന്റെ ഒരു അന്വേഷണം ഇപ്പോൾ നിലവിൽ നടക്കുന്നുണ്ട്. ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിന് അപ്പുറത്തേക്ക് കടന്ന് ഒരു പോലീസ് അന്വേഷണത്തിലേക്ക്, ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയാലോ എന്നുള്ള ആലോചന സർക്കാർ തലത്തിൽ നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതിനകത്ത് തീരുമാനമെടുക്കേണ്ടത്. നാളെ ഒരുപക്ഷെ ഈ വിഷയം നിയമസഭയിൽ വരുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ആ പ്രഖ്യാപനം അത് ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയേണ്ട.